ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റുള്ള കടല വരട്ടിയതാണ്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. കറിയാക്കി എടുക്കാതെ നല്ല വരട്ടിയെടുത്താലോ. അപ്പോൾ അതാണ്ട് ആദ്യം തന്നെ നമുക്ക് താണ്ട ഞാൻ കടല കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഞാൻ തലേന്ന് വൈകിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത്. അത് നല്ലതുപോലെ കഴുകിയ ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് കടല മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1/2 സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. ഒരു 5-6 വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാമേ. നല്ലതുപോലെ വെന്ത് കിട്ടണേ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, പിന്നെ തേങ്ങാക്കൊത്ത് നിർബന്ധം കേട്ടോ. ഒരു കടായി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. കടായി ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് പൊട്ടിച്ച ശേഷം നമ്മൾ ഒരു ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഇടാൻ മറന്നു പോയതാണ്. അത് ഞാൻ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച തേങ്ങാക്കൊത്തും കരിയാപ്പിലയും ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് മൂത്ത ശേഷം മാത്രമേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാവുള്ളേ. അപ്പോൾ ഇത് മൂത്ത് വന്ന ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അത് നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം അതിലേക്ക് സവാളയും കൂടെ ചേർത്ത് പച്ചമുളകും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടലയിൽ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് കൂടി പോകരുത്. കുറച്ച് ഉപ്പിട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 സ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂണും താഴെ എരിയുള്ള മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് കരിഞ്ഞു പോകാതെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് മാത്രമേ ചേർക്കുന്നുള്ളേ. ഇത് നല്ലതുപോലെ വഴറ്റി വന്ന ശേഷം നമ്മൾ കടല വേവിച്ച വെള്ളം ശകലം ഒഴിച്ചു കൊടുക്കാം. കുറേ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് എല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന കടല ചേർത്ത് കൊടുക്കുക. കടല നല്ലതുപോലെ വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ കടല മുഴുവനായിട്ട് ചേർത്താൽ വെള്ളത്തോടെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തേ. ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളം ഒന്നും ചേർക്കരുത് കേട്ടോ. അഥവാ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ കടല മുഴുവനായിട്ട് വെള്ളം പറ്റിയെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അതിലുള്ള വെള്ളം മാത്രം ചേർത്താൽ മതിയേ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി നല്ലതുപോലെ ഈ ഇതിനകത്തുള്ള ആ വെള്ളമെല്ലാം പറ്റി നല്ലതുപോലെ കുറുകി വരണം. അങ്ങനെയാണ് നമ്മൾ കടല വരട്ടിയെടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ, ചുമ്മാ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് പറ്റിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ. ഉപ്പ് എന്തെങ്കിലും കുറവാ, മസാല എന്തെങ്കിലും കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇപ്പോഴാണ് പെരിഞ്ചീരകം പൊടിച്ച് ചേർക്കുന്നത്. പെരിഞ്ചീരകം മുഴുവനായിട്ട് പൊടിയാക്കുന്നില്ല, അല്ലാതെ പൊടിച്ച് ചേർക്കുന്നതേ ഉള്ളേ. കരിയാപ്പിലയും ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പെരിഞ്ചീരകം പൊട്ടിച്ചെടുത്താലും മതിയെ. നമ്മൾ കടുക് മൂപ്പിക്കുമ്പോൾ അന്നേരം ഒന്ന് പൊട്ടിച്ചാലും മതിയേ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് വരണ്ട് വരട്ടെ. വെള്ളമയം ഇല്ലാതെ ഇതുപോലെ പെരണ്ട് വരുന്ന ഒരു പരുവത്തിലെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ കടല വരട്ടിയിട്ടുണ്ടെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ കൂടെയും ദോശ, പുട്ട്, ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരുടെ വീട്ടിലും കടല കാണുമല്ലോ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. അപ്പോൾ അതാണ് നമ്മൾ അടിപൊളി കടല വരട്ടി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇത്തിരി പച്ച കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടല വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാനും. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.
ഞാൻ ഇന്ന് ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു.